എവറിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഗോഡ്സ് വോയിസ്, വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ് ടുഡേ. ഇന്ന് ദൈവത്തിന്റെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായി ലൂക്കോസിന്റെ സുവിശേഷം 5 അതിന്റെ 12 ആമേൻ 13 വാക്യങ്ങളാണ്. യേശു ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ് ഒരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണു വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധിയാക്കുവാൻ കഴിയും എന്ന് അവനോട് ചോദിച്ചു. യേശു കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇമ്മീഡിയറ്റ്ലി ആ മനുഷ്യൻ സൗഖ്യമായി. ഈ ശുദ്ധീകരണത്തിനകത്ത് ഒരു സൗഖ്യം നടക്കും. യേശു അവിടെ ആമേൻ ആ കുഷ്ഠരോഗിയോട് പറഞ്ഞത്, എനിക്ക് മനസ്സുണ്ട്. ആമേൻ. ആ മനസ്സുള്ള ദൈവം അവനെ കൈ നീട്ടി തൊട്ടു. കുഷ്ഠരോഗിയെ കൈ നീട്ടി തൊട്ടു. അവൻ ശുദ്ധിയുള്ളവനായി മാറി. അവൻ സൗഖ്യമായി. ശുദ്ധീകരണത്തിനകത്ത് ഒരു സൗഖ്യമുണ്ട്. ഇന്ന് എന്നെയും നിങ്ങളെയും ദൈവം ശുദ്ധീകരിക്കുവാൻ റെഡിയായിരിക്കുക. ഇന്ന് നമ്മുടെ നടുവിൽ ഈ വചനം കേട്ടോണ്ടിരിക്കുന്നവരെ ആമേൻ, ദൈവസന്നിധിയിൽ ആമേൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ആമേൻ അവനവന്റെ കുറവുകളും പോരായ്മകളും ജീവിതത്തിലെ ആമേൻ പാപ സ്വഭാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കും. ദൈവത്തിന്റെ രക്തത്താൽ ആമേൻ, പുതിയ നിയമത്തിന്റെ ഉടമ്പടി ആയിരിക്കുന്ന തിരു രക്തത്താൽ ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കും. ആ ശുദ്ധീകരണം നിങ്ങളെ സൗഖ്യമാക്കും. ഏത് തന്നെ രോഗമാണെങ്കിലും നിങ്ങൾ സൗഖ്യം ആയിരിക്കും. ഹല്ലേലൂയ. അത് ദൈവമാ സൗഖ്യമാക്കുന്ന, മനുഷ്യനല്ല. ദൈവത്തിന്റെ കരം നിങ്ങളെ തൊടുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പുത്രനായ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സൗഖ്യം, ശുദ്ധീകരണത്തിൽ കൂടെയുള്ള സൗഖ്യം ഈ കേൾക്കുന്നവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.